നമ്മൾ കഴിഞ്ഞ അദ്ദേഹത്തിൽ ചമ്പൻകുഞ്ചനെ പറ്റി പറഞ്ഞ്, അപ്പോൾ ഇത് വേറൊരു കഥാപാത്രം അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തമായത് അരനാഴിക്ക് നേരം പാറപ്പുറത്തിൻ്റെ, അത് അദ്ദേഹത്തിന് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് നേടിക്കൊടുത്തൊരു സിനിമയാണ് കുഞ്ഞേനാച്ച. കുട്ടിയമ്മയാണോ? ആ, ഞാൻ നിങ്ങളുടെ അങ്ങോട്ട് വരുമായിരുന്നല്ലോ മോളെ. അയ്യോ, നടക്കാൻ വയ്യാതെ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടി പിടിച്ചോണ്ട് വരത്തില്ലായിരുന്നോ? നടക്കാൻ മതി. അവിടെ കൈകൊണ്ട് തരുന്ന വെള്ളം ഇനി കുടിക്കാനൊക്കുമെന്ന് ആര് കണ്ടു? നിന്റെ കല്യാണത്തിന് നിന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ചെറുക്കം കെട്ടുന്നത് പിന്നെ ആരെയാടി? വേണേ ഞാൻ പറയാം. വണ്ടി വരണം, പോണം. പിള്ളാരെ വെറ്റച്ചെല്ലം കൊണ്ടുപോവാ. തന്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തോണ്ടിരുന്നു. അവനെ നീ വിധിക്കണ്ട. ഈ നാട്ടിൽ ജീവിക്കണ്ടായോ വല്യപ്പച്ച? ഞാൻ കാണാത്ത നാടുണ്ടോടാ? ആരായി ഇത്ര വലിയ യോഗ്യന്മാര്? ഇക്കാലത്ത് കത്തനാരന്മാർക്ക് പോലും നേരില്ല. പിന്നല്ലയോ നമ്മുടെ ഒരു കത്തനാരുടെ കാര്യം നീ അറിഞ്ഞില്ലയോ? 70-80 അടുപ്പിച്ചുള്ളൊരു വയോവൃദ്ധൻ്റെ ക്യാരക്ടറാണ് കൂനി നടക്കുന്ന വൃദ്ധൻ. ഇത് മഞ്ഞിലാസിൻ്റെ സിനിമയാണ്. മഞ്ഞിലാസിൻ്റെ യക്ഷി, അടിമകൾ, കടൽപ്പാലം, വാഴവയമായും കഴിഞ്ഞ് അടുത്തിറങ്ങുന്ന സിനിമയാണ്. അവരുടെ എല്ലാ സിനിമകളിലും സത്യനാണ് നായകൻ. ഏത് അന്ന് എം.ഒ. ജോസഫ് എടുക്കുന്ന അദ്ദേഹം സാഹിത്യകൃതികൾ ആധാരമാക്കിയാണ് സിനിമകൾ എടുക്കുന്നത്. മലയാളത്തിൽ അങ്ങനൊരു ബാനർ മഞ്ഞിലാസ്. അപ്പോൾ ഈ ആരോ വാഴവയമായി പറഞ്ഞു, അതിലൊരു 19 കഥാപാത്രങ്ങളുണ്ട്. ഒരു വലിയ കുടുംബത്തിൻ്റെ നെടുന്തൂണാണ് കുഞ്ഞേനാച്ചൻ. പാറപ്പുറത്തിൻ്റെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ മാവേലിക്കര പരിസരത്തുള്ള ഒരു കഥാപാത്രത്തിൻ്റെ കാരിക്കേച്ചറാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ നോവൽ വായിച്ചപ്പം ഇത് പിന്നെ എം.ഒ. ജോസഫും വായിച്ചിട്ട് സേതുമാധവൻ സാർ തമിഴ് വായിക്കാൻ അറിയത്തില്ല, അതിന് മലയാളം പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പം സേതുമാധവന് എം.ഒ. ജോസഫ് വിഷമം. ഇതിൽ ഈ സത്യൻ എങ്ങനെ ചെയ്യും? സത്യന് പറ്റുന്ന ഒരു റോളും ഇല്ല. പക്ഷെ നല്ല സിനിമയും കുടുംബ അന്തരീക്ഷത്തിൻ്റെ ശിഥിലമാവുന്ന മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ കുടുംബത്തിൻ്റെ കഥയാണ്, പുതുമയുള്ളത്. അപ്പം അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ സത്യനും വായിക്കാൻ കൊടുത്ത്, സത്യനൊരു പാർട്ട്ണറെ പോലായിരുന്നു അവർക്ക് എല്ലാ കാര്യങ്ങളും. അപ്പോൾ സത്യൻ വായിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ വിഷമിക്കുന്നത്, ഇത് ഞാൻ ചെയ്തതിനേക്കാളും നല്ലത് കൊട്ടാരക്കര എന്നൊരു ശ്രീധരൻ നായരാണ്, ഞാൻ അയാളെ വിളിക്കാം. അയ്യോ സേതുമോഹൻ സാർ വേണ്ട, എൻ്റെ പടത്തിൽ അയാളെ പറ്റത്തില്ല. അതെന്താ? മദ്യപിച്ച സിനിമയിൽ ഒരു അച്ചടക്കം വരെ നടക്കുന്ന ആളാണ്. മദ്യപാനത്തിൻ്റെ ആ കൂട്ടുകാരെ വിളിച്ച് മദ്യപിച്ചിട്ട് ശീലമുണ്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കരിയറിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയ നൈപുണ്യം കൊണ്ട് മറ്റെല്ലാം മറക്കും. എന്നാലും അദ്ദേഹം സേതുമാധവൻ സാറ് ഒരു ചിട്ടയായ ഒരു അധ്യാപകനെ കണക്കാണ്. സെറ്റ് ഇത്ര മണിക്ക് വരണം, ആരും സംസാരിക്കരുത്, അനാവശ്യമായ കമൻറ്റുകളൊന്നും പാടില്ല, സെറ്റ് നിശബ്ദമായിരിക്കണം. ഷൂട്ടിംഗ് സെറ്റ് ഒരു അമ്പലം പോലാണ്, സിഗരറ്റ് വലിക്കുന്ന പോലെ ഇഷ്ടമല്ല. അങ്ങനെ കർശനമായ രീതിയിലുള്ള സേതുമാധവൻ സാറിന് ഒരച്ചടക്കവും പാലിക്കാത്ത തോന്നുമ്പം കയറി വരുന്ന കൊട്ടാരക്കര എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അതും ത്രൂ ഔട്ട് എല്ലാ സീനിലും കൊട്ടാരക്കരയുണ്ട് ഇതിനകത്ത്. അപ്പം സത്യം പറഞ്ഞാൽ വേണ്ട, നമുക്ക് നിങ്ങൾ തന്നെ ഇല്ല, ഞാൻ അഭിനയിച്ച ശരിയാവും, നിങ്ങൾക്ക് അറിഞ്ഞൂടാ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ വേഷം ഞാൻ ചെയ്യാം, അത് ചെറിയ റോളേ, അതൊന്നും ചെറുതോ വലുതോ അല്ല, നമ്മുടെ ഈ സിനിമ നന്നാവുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യം. അതാണ് സത്യൻ എന്ന നടൻ്റെ ഒരു മഹാമനസ്കത. അതാണ് അദ്ദേഹത്തിന് അറിയാം. ചെമ്മീനിൽ അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പ്രൊവോക്കിംഗ് ആയിരുന്നു കൊട്ടാരക്കരയുടെ ഒരു അഭിനയ ശൈലി. അദ്ദേഹം നമിച്ചുപോയ സന്ദർഭങ്ങളുണ്ടെന്ന് സത്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞ് ഞാനെല്ലാം റെഡിയാക്കി തരാം, സേതു ഒന്നും മിണ്ടണ്ട. അദ്ദേഹം കൊട്ടാരക്കര വീട്ടിൽ ചെന്നിരിക്കും. അന്ന് അദ്ദേഹം പടങ്ങൾ കുറവാണ്. പിന്നെ ഞാൻ വന്നത് സമ്മതിക്കണം, എന്താണ് സത്യനെ ബഹുമാനമാണ്, പരസ്പര ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും. പറഞ്ഞു പിന്നെ ഒരു കാര്യം ചെയ്യണം, ഞാൻ പറയുന്ന പടത്തെ അഭിനയിക്കണം, പക്ഷെ അതിനകത്ത് സേതുമാധവനാണ്. അങ്ങനെ എന്നെ വിളിക്കുമോ? വിളിക്കും, ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങളൊരു നിബന്ധന, നിങ്ങൾ ഈ പുസ്തകം ഒന്ന് വായിക്കണം, വായിച്ചത് കൂടാതെ 15 ദിവസം
നിങ്ങൾ ഈ ഷൂട്ടിംഗ് തുടർന്ന് നിങ്ങൾ മദ്രാസിൽ വന്ന് താമസിക്കണം, നിങ്ങൾക്ക് വേണ്ട എല്ലാ സെറ്റപ്പും ഞാൻ ചെയ്തു തരും, എൻ്റെ അസിസ്റ്റൻറ്റിന് നിങ്ങൾ കൂടെ നിർത്തും, നിങ്ങളെ നോക്കുക എല്ലാം ഭക്ഷണം, പക്ഷേ നിങ്ങൾ ബുക്ക് വായിക്കുക, സ്ക്രിപ്റ്റ് വായിക്കുക, മദ്യപിക്കരുത്, നാളെ മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കൊട്ടാരക്കര മദ്യപിക്കാതിരിക്കാൻ പറ്റത്തില്ല, അയാൾക്ക് വൈകുന്നേരം ആകുമ്പോൾ കൂട്ടുകാർ മദ്യപിക്കണം. പക്ഷേ എല്ലാം ഈ ക്യാരക്ടർ വായിച്ചപ്പം കൊട്ടാരക്കര മനസ്സുകൊണ്ട് സത്യനെ നമിച്ച്. ആരും ഇങ്ങനെ വേഷം ഓഫർ ചെയ്യാറില്ല, ഒരു നടൻ വേറെ നടന്, അവൻ ശരി സത്യമെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ എന്ത് റിസ്ക് എടുത്തും അങ്ങനെ മദ്രാസിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു, റൂം എടുത്ത് കൊടുക്കുന്നു. 15 ദിവസം സത്യൻ്റെ കർശന നിയന്ത്രണത്തിൽ സത്യൻ്റെ അസിസ്റ്റൻ്റെ സഹായത്തോടെ മദ്യപിക്കാതെ സ്ക്രിപ്റ്റ് വായിച്ച് കുഞ്ഞനാച്ചനായി തീർന്നു. പിന്നീടാണ് സ്റ്റുഡിയോ സെറ്റ് ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്ത് മേക്കപ്പൊക്കെ വന്ന് കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം ആ കണ്ണാടി നിന്ന് കുഞ്ഞനാച്ചൻ എന്ന കഥാപാത്രം മാറിപ്പോയി. ഇത് കൊട്ടാരക്കരയല്ല, അവിടെ പിന്നെ കുഞ്ഞനാച്ചനാണ്. ഓ, ആ സിനിമ കണ്ട് ഓരോ സീനിലും അതിനകത്ത് അടൂർ ബാസി ഭയങ്കര വില്ലൻ വേഷമാണ്. അതിൽ ഈ കഞ്ചാവ് കറുപ്പെന്നാണ് പറയുന്നത്, കറുപ്പ് ഇന്നത്തെ കാലത്ത് പുതിയ കഞ്ചാവ് മരുന്നുള്ളൂ. അന്നത്തെ കാലത്ത് ഈ വൈദ്യന്മാർ കറുപ്പ് കഷായത്തിലൊക്കെ കറുപ്പെന്നാണ് പറയുന്നത്, കറുപ്പ് ചേർന്ന് ഈ കുഞ്ഞനാച്ചൂരിനെ കൊടുത്ത് നാട്ടു വർത്താനം പറയും വയസ്സായാളെ. പക്ഷെ ഇയാളിത് വസൂലാക്കി. ഈ സത്യൻ എന്ന് വെച്ച മകൻ രാഷ്ട്രീയ പ്രവർത്തനം അത് എപ്പോഴും പുറത്തായിരിക്കും, വീട്ടുകാര്യങ്ങളെ ശ്രദ്ധിക്കാറില്ല. രാഗിണി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, ആരുമില്ല സമയം നോക്കി. അപ്പോൾ ഈ അമ്മായിയപ്പനെ നോക്കുന്ന മൊത്തം മരുമകളാണ്, നല്ല സ്നേഹതീയ മരുമകളാണ്, നല്ല ഭാര്യ. പക്ഷേ ഈ അടൂർ ബാസിയുടെ കുൽസിത ശ്രമങ്ങളിൽ വശം കെട്ട് ഇയാൾ ഇവരുമായിട്ടും ബന്ധം പുലർത്തുന്നു ഒരു അറിയാത്ത നിമിഷത്തിൽ. പക്ഷെ പിന്നീട് ഇയാൾ നിരന്തരം സത്യൻ്റെ ഭാര്യ ഉപയോഗിച്ചു തുടങ്ങി. ഇത് കൊട്ടാരക്കര ഒരു നാൾ കാണുവാണ്, അന്തം വിട്ടു, അയാൾ തലയെ കൈവച്ചു പോയി. അയാൾ അവിടെ തകർന്നില്ല. ആ തകർന്നിരിക്കുന്ന ഒരു രംഗം നമ്മളിന്നും അരനാഴിക ഏറ്റവും സ്തോഭജനകമായ വിസ്മയജനകമായ ആ കണ്ണുകൊണ്ട് അദ്ദേഹം നമ്മളെ ആ ആശയ സംവേദനം നടത്തണം. വൃദ്ധൻ്റെ നിസ്സഹായ അവസ്ഥ, തനിക്കിത് പറയാൻ പറ്റുമോ? താൻ ഏറ്റവും സ്നേഹിക്കുന്ന മരുമകളാണ്, മകളെപ്പോലെ സ്നേഹിക്കുന്ന മരുമകൾ. തകർന്നു പോയ മനുഷ്യൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പം അടൂർ ആ വൈദ്യന് മനസ്സിൽ അപകടമാണെന്ന്. വൈദ്യര് ഇത് മരുമകൾ അറിയാതെ അദ്ദേഹത്തിന് കൊടുക്കേണ്ട കറുപ്പിൽ വിഷം ചേർത്തിരുന്നു. രാഗിണി അറിയാതെ കൊടുക്കുവാണ്. പിന്നീടാണ് പറയാൻ ഞാനത് കൊടുത്തതിൽ വിഷം ചേർത്തിരുന്നുള്ളത്. കാര്യം ഇത് അറിഞ്ഞാൽ നിനക്കും എനിക്കും ദോഷമാണ്. പക്ഷേ അതിന് കൂട്ടുന്നത് താൻ കുറ്റവാളിന്ന മട്ടിൽ അമ്മായി അച്ഛനും മരിക്കുന്ന മരുമകളോട് ആത്മഹത്യക്കുകയാണ്. ഈ രണ്ട് സീനുകളും സേതുമാധവ് സാറിൻ്റെ അസാധാരണമായ കൈയൊതുക്കത്തിലൂടെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ മലയാള സിനിമയിൽ എക്കാലത്തെ ഒരു മികച്ച ചിത്രം, ഏറ്റവും നല്ല നടനുള്ള 70 അവാർഡ് അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ കൊട്ടാരക്കര സീതാനായരുടെ എടുത്തു പറയത്തക്ക അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ ഉമ്മിണിത്തങ്കല മാർത്താണ്ഡോർമ്മയാണ്. ഉമ്മിണിത്തങ്കല മാർത്താണ്ഡോർമ്മ അതിൽ അദ്ദേഹത്തിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. കാരണം അത് വേലുത്തമ്പി ദളവ, കുഞ്ഞാലി മരക്കാർ, പഴശ്ശിരാജ, ഉദയ പഴശ്ശിരാജ എടുത്തപ്പോഴത്തേക്ക് വേറെ ആരെയും നോക്കിയില്ല. നായക വേഷത്തിൽ കൊട്ടാരക്കര തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു. അതിലൂടെയാണ് ചൊട്ട മുതൽ ചുടലം വരെ ആർ.കെ. ശേഖരൻ്റെ ആ പാട്ടൊക്കെ ഉള്ളത്. അപ്പം പഴശ്ശിരാജ രാജകഥാപാത്രങ്ങളിലെ അത് കണക്ക് തന്നെ തിലോത്തമ്മിൻ്റെ ഒരു സിനിമയുണ്ട്, അതിനകത്ത് അദ്ദേഹം പാടി അഭിനയിക്കുന്നുണ്ട്. ചഞ്ചല ചഞ്ചല പാദം എന്നൊരു പാട്ടുണ്ട്. അദ്ദേഹം പാടി അഭിനയിക്കുന്ന എനിക്കൊന്ന് ആദ്യത്തെ ഒരു സിനിമയായിരിക്കും അത്. ചഞ്ചല ചഞ്ചല പാദം ജല ജല നൂപുരനാദം തതികിണ തതികിണ മൃദംഗതാളം തങ്കച്ചിലമ്പൊലിമേളം ചഞ്ചല ചഞ്ചല പാദം. രജപുത്ര രാജാവായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത്.
പിന്നെ വേറൊരു കഥാപാത്രം പറയാൻ നമ്മളുണ്ട്, കാട്ടുതുളസിയിലെ ഒരു കഥാപാത്രം. അതും അവിടെ മകൻ അച്ഛൻ പറയുന്ന നിൽക്കുന്നത് എസ്റ്റേറ്റ് ഉടമസ്ഥനാണ്, ഒരു മുട്ടത്തലയൊക്കെ അടിച്ചിങ്ങനെ വന്ന് നിൽക്കുന്ന മുട്ടത്തല വില്ലനാണ്. അപ്പം മകൻ വളർത്തുന്ന പക്ഷിയുണ്ട്. അപ്പം മകൻ ഒരു നാട്ടിൻപുറത്തുകാരിയെ, കാട്ടിലൊരു പെണ്ണ് ഉഷാകുമാരിയെ പ്രേമിക്കുന്നുണ്ട്, ഇഷ്ടമല്ല. പക്ഷേ മകനോട് പറയണ്ട. അപ്പം മകൻ വളർത്തുന്നൊരു തത്തയുണ്ട്, ഒരു മൈന. അതിന് ഒരു ദിവസം മകൻ കണക്ക് ഇയാൾ ആ മൈനയെ പിടിച്ചിട്ട് കഴുത്ത് ഞേരിച്ചിങ്ങനെ കൊല്ലും. അത്ര ക്രൂരനായ ഒരു അച്ഛനെ കാണിക്കുന്ന ഒരു വില്ലൻ മലയാളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ സ്വന്തം മകൻ പ്രേമിക്കുന്നതിന് അവളെ കൊക്കെ തള്ളിട്ട് കൊല്ലുന്നൊരു കഥാപാത്രം. അങ്ങനെ മകന് മാനസിക അസുഖം വരുന്നതും അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അതിൽ കൊച്ചിൻ എക്സ്പ്രസിൻ്റെ ഒരു മുട്ടത്തല വില്ലൻ, അതും നമ്മൾ മറക്കാൻ പറ്റാത്ത ഒന്നാണ്. കൊച്ചിൻ എക്സ്പ്രസ് എന്ന സിനിമയിലെ കള്ളക്കടത്തുകാരൻ്റെ നേതാവ്, അത് അടൂർ ബാസിൻസ് വേഷം കെട്ടി വരുന്നതും, അങ്ങനെ ഒരുപാട് കഥകളിൽ നമ്മൾ കേട്ട അങ്ങനെ ക്രൂര കഥ. മുട്ടത്തല വില്ലൻ കാട്ടുതുളസിയിലും ഇതിലൊക്കെ അദ്ദേഹം പേരെടുത്താണ്. അങ്ങനെ മലയാളികൾക്ക് ക്രൂരത പര്യാപ്തം വില്ലൻ കഥാപാത്രങ്ങളെയും നിസ്സഹായതയിൽ ഉഴലുന്ന നാട്ടുമ്പുറത്തെ കാർണവന്റെ വേടിലും ഒരേപോലെ അഭിനയിച്ച പ്രശംസ നേടിയ കൊട്ടാരക്കര മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരു നടൻ തന്നെയാണ്. അദ്ദേഹത്തിനെയും നമ്മൾ അംഗീകരിക്കാതെ പോയി. അദ്ദേഹത്തിൻ്റെ ഇനിയും ഒരു കഥാപാത്രങ്ങൾ നമുക്ക് അടുത്ത അധ്യായങ്ങളായിട്ട് നമുക്ക് പറഞ്ഞു തരാം.